ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ, ആ ചാനലിൻ്റെ പേര് ആരെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിനെ സെർച്ച് റിസൾട്ടിൽ കൊണ്ടുവരണം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഫോണിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം മേൽ കാണുന്ന സെർച്ച് ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കുന്നു, അബീസ് വൈറ്റി ഗൈഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ചാനൽ ആദ്യത്തെ പേര് ഇതിൽ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ചാനൽ ആരെങ്കിലും സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിനെ ഇതുപോലെ സെർച്ച് റിസൾട്ടിൽ എങ്ങനെ കൊണ്ടുവരാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ ചാനലിനെ സെർച്ച് റിസൾട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ കുറച്ച് സെറ്റിങ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഞാൻ എൻ്റെ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ സെർച്ച് ബാറിൽ നിങ്ങൾ studio.youtube.com എന്ന് സെർച്ച് ചെയ്യുക. studio.youtube.com എന്ന് സെർച്ച് ചെയ്യാം. അതായത് നിങ്ങളുടെ ഫോണിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം studio.youtube.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ studio.youtube.com എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് വരുന്നതെങ്കിൽ നിങ്ങളിവിടെ താഴെ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കുന്നതാണ്. അതേ ക്ലിക്ക് ചെയ്യുക. ഞാൻ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ മുകളിൽ 3 ഡോട്ട് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഞാൻ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഇപ്പം ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും താഴെ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ഐക്കണുണ്ട്. ലെഫ്റ്റ് സൈഡിൽ താഴെ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കണുണ്ട്. ഓക്കെ, സെറ്റിങ്സിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ സെറ്റിങ്സിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ സെറ്റിങ്സിൻ്റെ ഐക്കണെ ക്ലിക്ക് ചെയ്തു. സെറ്റിങ്സിൻ്റെ ഐക്കണെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ഉണ്ട്. ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാൻ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കീവേഡ്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കീവേഡ്സ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പം ഈ കീവേഡ്സ് എന്ന് പറഞ്ഞ ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ പേരും നിങ്ങളുടെ ചാനലിൻ്റെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കീവേഡ്സും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ചാനലിനെ സെർച്ച് റിസൾട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് കേരള ടെക് ടിപ്സ് എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പേരുകൾ ഇവിടെ കൊടുക്കുക. അതായത് എൻ്റെ ചാനലിൻ്റെ പേര്, എൻ്റെ ചാനലിൻ്റെ കണ്ടൻറ്റ്, അതുപോലെ ലാംഗ്വേജ്, എൻ്റെ നിഷ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കീവേഡ്സ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ കേരള ടെക് ടിപ്സ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേരെങ്കിൽ കേരള ടെക് ടിപ്സ് എന്നൊരു കീവേഡ് കൊടുക്കാം. അതിനുശേഷം കേരള ടെക് ടിപ്സ് മലയാളം എന്ന് പറഞ്ഞ ഒരു കീവേഡ് കൊടുക്കാം. അതുപോലെ ടെക് ടിപ്സ് മലയാളം എന്ന് പറയുന്ന കീവേഡ് കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ ചാനലിൻ്റെ പേരും അതിൻ്റെ കണ്ടൻറ്റും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കീവേഡ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു കീവേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ കോമ കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റർ പ്രസ് ചെയ്യുക. അതിനുശേഷം അടുത്ത കീവേഡ് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് കീവേഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കേരള ടെക് ടിപ്സ് എന്ന് കൊടുത്തു. അപ്പോൾ അതിനുശേഷം എനിക്ക് അടുത്ത കീവേഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റർ കീ പ്രസ് ചെയ്തു. ഓക്കെ, അപ്പം ഇതൊരു കീവേഡായി. ഇനി ഞാൻ അടുത്ത കീവേഡ് കൊടുക്കുന്നു. ടെക് ടിപ്സ് മലയാളം എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുന്നു. ടെക് ടിപ്സ് മലയാളം എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുന്നു. ഞാൻ എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത കീവേഡ് ആഡായി. ഇങ്ങനെ നിങ്ങളുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കീവേഡ്സ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ സേവ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കീവേഡ്സ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സെർച്ച് റിസൾട്ടിൽ നിങ്ങളുടെ ചാനലിനെ കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അഫക്റ്റ് ചെയ്തുള്ളൂ. അപ്പോൾ അതിനുശേഷം ആരെങ്കിലും നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാനലിൽ ആ സെർച്ച് റിസൾട്ടിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്.
അപ്പം ഈ നിങ്ങളുടെ ചാനൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അഥവാ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ യൂട്യൂബിൽ കാണുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.